ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് സഭാപിതാക്കന്മാർ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. 1 മരണം, 2 ന്യായവിധി, 3 സ്വർഗം, 4 നരകം. ഈ 4 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളായിട്ടാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ ചെല്ലുന്നുണ്ട്, കർത്താവെ എവിടെയോ എങ്ങനെയോ അവിടുന്ന് തിരുമനസ്സാകുന്ന പ്രകാരം മാത്രം ഇത് സംഭവിക്കുന്നു. അപ്പം മരണത്തെക്കുറിച്ച് നമ്മൾക്ക് ആർക്കും അതെപ്പോൾ സംഭവിക്കും എന്ന് പ്രവചിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരാശയമാണ് ഡെത്ത് ഈസ് സർട്ടൺ ബട്ട് ടൈം ഈസ് അൺസർട്ടൺ. മരണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, പക്ഷേ അത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കും പ്രവചിക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിപ്പീൻ എന്നാണ് ഇവിടെ നമ്മുടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത്, ഒരുങ്ങിയിരിപ്പീൻ. അതുകൊണ്ട് ഈ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മരണം എപ്പോൾ വേണമെങ്കിലും നമ്മളെ പിടിവിടാം എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് പ്രത്യേകം പിതാക്കന്മാർ നിർദ്ദേശിക്കുന്നു. ഏതവസരത്തിൽ കർത്താവ് വിളിച്ചാലും അങ്ങ് പോകാൻ തക്കവണ്ണമുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആവശ്യമാണ്. അതുകൊണ്ട് അത് വിസ്മരിക്കരുത്. അതുകൊണ്ട് ഇവിടെ മരണവും പിന്നെ പറയുന്നു ന്യായവിധി. ന്യായവിധി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ചാണ് അവിടെ പ്രത്യേകമായും മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ 2ാമത്തെ വരവ് എപ്പോൾ സംഭവിക്കുമെന്ന് മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ആർക്കും പറയുവാൻ സാധിക്കുകയില്ല. അത് പ്രധാന മാലാഖമാരോ ദൂതന്മാരോ പുത്രൻ തമ്പുരാനോ അറിയാത്ത രഹസ്യമാണ് കർത്താവിൻ്റെ വരവ് എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുകയും. കർത്താവ് പ്രധാന മാലാഖയുടെ അകമ്പടി ശബ്ദം, ദൈവത്തിൻ്റെ കാഹളധ്വനി ഇവയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ മസ്യായിൽ ഉൾപ്പെട്ടവരായ മരിച്ചവർ ആദ്യമേ ഉത്ഥാനം ചെയ്യും. അതുകൊണ്ട് ഇവിടെ നന്മ പ്രവർത്തിച്ചവർക്ക്, തിന്മ പ്രവർത്തിച്ചവർക്ക് ആ ന്യായവിധി ദിവസത്തിൽ അതിൻ്റേതായ ഫലം കർത്താവ് കൊടുക്കും. നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുറപ്പെടുന്ന സമയം വരുന്നു എന്ന് നമ്മൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ ആ നന്മയുടെ അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ, ആ നിത്യജീവൻ്റെ അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവിനെ സമീപിച്ച് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നീ സ്നേഹിക്കണം. 2ാമതായി നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ ആ സ്വർഗരാജ്യം, ആ സ്വർഗം എന്നുള്ള ആ വിവക്ഷ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നന്മയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ കഴുകി വെടിപ്പാക്കുകയും നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളയുകയും തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും നന്മ ചെയ്യുവാൻ പഠിപ്പീൻ. അതുകൊണ്ട് കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ ആ ന്യായവിധി ദിവസം തൻ്റെ മുൻപാകെ ലജ്ജ കൂടാതെ നിൽക്കത്തക്കവണ്ണം ഇടയാകണമെങ്കിൽ നന്മ ചെയ്ത് ജീവിക്കുവാൻ, കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ
നമ്മൾ ശ്രദ്ധാലുക്കളാകണം. കർത്താവിനോട് ചോദിക്കുന്നു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ആരാണ് യഥാർത്ഥ അയൽക്കാരൻ, ആരാണ് യഥാർത്ഥ കൂട്ടുകാരനെന്ന് ചോദിക്കുന്നുണ്ട്. അതിന് കർത്താവ് അവരോട് ഒരു ഉപമ പറയുന്നു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്ര ചെയ്തപ്പോൾ വഴിയിൽ വച്ച് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടുന്നു. അവനെ മുറിവേൽപ്പിച്ച് അവർ വഴിയിൽ അവനെ ഉപേക്ഷിക്കുന്നു. യാദർച്ഛ്യ അതുവഴി ഒരു പുരോഹിതൻ കടന്നു വരുന്നു. പുരോഹിതൻ കണ്ടിട്ട് ആ മനുഷ്യനെ ഒന്നും മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞൊരു ലേവ്യൻ വരുന്നു. ലേവ്യനും അവനെ ഒന്നും സഹായിപ്പാൻ തുനിഞ്ഞില്ല. പിന്നീട് ഒരു സമരിയാക്കാരൻ അതിലെ വന്നപ്പോൾ അവനെ മനസ്സിൽ തോന്നി, ദയ തോന്നി. ആ മനുഷ്യനെ പസ്തയെടുക്കുകയും ചെയ്തതിന് ശേഷം അവൻ്റെ കഴുതപ്പുറത്ത് ഈ മനുഷ്യനെ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ശുശ്രൂഷകളൊക്കെയും ചെയ്ത് അവൻ പോയപ്പോൾ പൈസ സാമ്പത്തികം വേണ്ടത് കൊടുത്തു. എന്നിട്ടും എന്തെങ്കിലും പോരാതെ വരികയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറയുകയുണ്ടായി. ഇവിടെ കാണുന്നത് ആപത്തിൽ സഹായിക്കുന്നവൻ ആരോ അവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന പരസ്പര സ്നേഹം, സമാധാനം, സന്തോഷം, അത് ദീർഘക്ഷമ, ദയ, അതുപോലെ തന്നെ സൗമ്യത, ഇന്ദ്രിയജയം മുതലായ സുഹൃതങ്ങൾ ഈ സമൂഹത്തിലായിരിക്കുമ്പോൾ സാഹിത്യമാക്കുവാൻ തക്കോണം ഞാനും നിങ്ങളും ശ്രമിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ന്യായവിധിയിൽ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കാതിരിക്കാൻ ഇടയാകുകയുള്ളൂ. നമുക്കറിയാം 10 കന്യകമാരുടെ ഉപമ. സ്വർഗരാജ്യം മണവാളൻ്റെയും മണവാട്ടിയുടെയും എതിരേപ്പിനായിട്ട് പുറപ്പെട്ട 10 കന്യകമാർ. അതിൽ 5 പേർ ബുദ്ധിമതികളായിരുന്നു, 5 പേർ ബുദ്ധിഹീനകളായിരുന്നു. അവരെ മണവാളിനെ കാത്ത് ഇങ്ങനെ കിടക്കുകയാണ്. സ്വല്പം ഉറങ്ങിപ്പോയി. വീണ്ടും ഒരു ശബ്ദമുണ്ടായി. മണവാളൻ വരുന്നതായിട്ടുള്ള ശബ്ദമുണ്ടായി. അപ്പോൾ ബുദ്ധിയുള്ള കന്യകമാർ തങ്ങളുടെ ദീപകൾ തെളിയിച്ചു. അവരെ എണ്ണയും സൂക്ഷിച്ചിരുന്നു. എന്നാൽ ബുദ്ധിയില്ലാത്ത ബുദ്ധിഹീനകളായ 5 പേര് ബുദ്ധിമതികളോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ച് എണ്ണ തരണമേ എന്ന്. അപ്പോൾ അവർ പറയുന്നു, നിങ്ങൾക്കും മതിയാതെ വന്നേക്കാം, നിങ്ങളതുകൊണ്ട് പോയി കച്ചവടക്കാരടുത്ത് പോയി അത് വാങ്ങുവീൻ എന്ന് പറയുന്നു. ആ സമയത്ത് മണവാളൻ വന്നു, മണവറയിലേക്ക് പ്രവേശിച്ചു. സ്വല്പം കഴിഞ്ഞ് ഈ ബുദ്ധിഹീനകളായ 5 പേരും വന്ന്, പ്രഭോ പ്രഭോ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറയുണ്ടായി. പക്ഷേ കർത്താവ്, പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പോകുകയും ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നുള്ളൊരു ശബ്ദം കേൾപ്പാനല്ല നമ്മൾ ഈ ഭൂമിയിലായിരിക്കേണ്ടത്. കർത്താവിൻ്റെ സന്നദ്ധിയിൽ വരുമ്പോൾ കർത്താവ് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളെ അറിയുന്നു എന്ന് പറയുവാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ തിന്മയെ ഉപേക്ഷിച്ച് നന്മ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം സാധിക്കണം. എന്തോ നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ സൽഫലങ്ങൾ പുറപ്പെടുവിച്ച് ഈ സമൂഹത്തിലെ യഥാർത്ഥ ക്രിസ്ത്യാനിത്വത്തിൽ ജീവിക്കാൻ തക്കവണ്ണം ശ്രമിക്കേണ്ടതാണ്. എന്താണ് കൽപ്പനകൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ പാലിക്കേണ്ടത് എന്നൊന്ന് ചോദിച്ചാൽ, ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം മുതലായ 9 സുഹൃത്തുക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുവാൻ തക്കവണ്ണം നമ്മൾ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവെങ്കിൽ
തൻ്റെ മുമ്പാകെ ലജ്ജയില്ലാതെ നിൽക്കുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല ജീവിതം നയിപ്പാൻ നമുക്ക് സാധിക്കണം. മഹാത്മാഗാന്ധി പറയുണ്ടായി, എൻ്റെ ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ സന്ദേശം. നമ്മുടെയൊക്കെയും ക്രിസ്ത്യാനികളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാണോ എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. പരസ്പരം സ്നേഹമുള്ളിടത്ത് മാത്രമേ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് കുടുംബങ്ങളിലായാലും പ്രസ്ഥാനങ്ങളിലായാലും അവിടെ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ലഭ്യമാകണമെങ്കിൽ അവിടുത്തെ അതിൽ പ്രവർത്തിക്കുന്നവരെ പരസ്പര സ്നേഹത്തോടുകൂടി ഒരുമിതപ്പെട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം സാധിക്കണം. അങ്ങനെയുള്ള നല്ല ഒരു ജീവിതം നയിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ധൈര്യസമേതം നിലകൊള്ളുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ